രജനീകാന്ത് അഭിനയ ജീവിതത്തോട് വിട പറയാനൊരുങ്ങുന്നതായി റിപ്പോർട്ടുകൾ. 46 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കമൽഹാസനുമായി ഒന്നിക്കുന്ന ഒരു സിനിമയിൽ രജനീകാന്ത് അഭിനയിക്കുന്നുണ്ട്. ഇതുൾപ്പെടെ 4 ചിത്രങ്ങൾ കൂടി മാത്രമേ രജനീകാന്തിനി അഭിനയിക്കൂ എന്നാണ് റിപ്പോർട്ടുകൾ. സോഷ്യൽ മീഡിയയിലടക്കം ചർച്ചകൾ സജീവമാകുമ്പോൾ രജനീകാന്തിന്റെയോ അദ്ദേഹത്തിന്റെ ടീമിന്റെയോ പ്രതികരണങ്ങളൊന്നും ഇക്കാര്യത്തിൽ ഇനിയും വന്നിട്ടില്ല. നിലവിൽ 74 വയസ്സാണ് രജനീകാന്തിന്. അദ്ദേഹത്തിന്റെ രീതികളിലുള്ള മാസ് ചിത്രങ്ങളിൽ അഭിനയിക്കുമ്പോൾ ഒട്ടേറെ ആക്ഷൻ രംഗങ്ങളിൽ അഭിനയിക്കേണ്ടി വരുന്നുണ്ട്. പ്രായത്തിന്റേതായ പ്രശ്നങ്ങൾ ഇത്തരം രംഗങ്ങളുടെ പൂർത്തീകരണത്തിൽ പ്രായോഗിക തടസ്സങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. രജനീകാന്ത് ചിത്രങ്ങളിലെ ആക്ഷൻ രംഗങ്ങൾക്ക് ഡ്യൂപ്പുകളെ കൂടുതൽ ഉപയോഗിക്കുന്നതായി അടുത്ത കാലത്ത് വിമർശനമായി ഉയർന്നിരുന്നു. ലോകേഷ് കനകരാജിന്റെ സംവിധാനത്തിൽ ഒടുവിലെത്തിയ കൂലിയുടെ ചിത്രീകരണത്തിനിടെ രജനീകാന്തിന് പരിക്കേറ്റതായും വാർത്തകൾ വന്നിരുന്നു. കുടുംബവും സുഹൃത്തുക്കളുമായി ചർച്ച നടത്തിയതിനു ശേഷമാണ് വിരമിക്കൽ തീരുമാനത്തിലേക്ക് രജനീകാന്ത് എത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ. കമൽഹാസനോടൊപ്പം വീണ്ടും ഒന്നിക്കുന്ന ചിത്രമാണ് രജനിയുടെ അപ്കമിംഗ് ലൈനപ്പുകളിൽ പ്രേക്ഷകർ ഏറ്റവും അധികം കാത്തിരിപ്പുയർത്തിയിരിക്കുന്നുവെന്ന്. എന്നാൽ ഇതിന്റെ സംവിധായകന് ഇനിയും തീരുമാനിച്ചിട്ടില്ല. ജയിലർ സംവിധായകൻ നെൽസൺ ദിലീപ് കുമാറിന്റെ പേരാണ് ഈ പ്രോജക്ടിന്റെ സംവിധായകനായി ഉയർന്നു കേൾക്കുന്നത്. നെൽസണിന്റെ തന്നെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ജയിലർ 2 ആണ് രജനിയുടേതായി ഇനി തിയേറ്ററുകളിലെത്തുക. കമലിനൊപ്പം അഭിനയിക്കുന്ന ചിത്രത്തിന് മുൻപായി കമൽഹാസന്റെ രാജ് കമൽ ഫിലിംസ് നിർമ്മിക്കുന്ന മറ്റൊരു ചിത്രത്തിലും രജനീകാന്ത് അഭിനയിക്കുന്നുണ്ട്. സുന്ദർ സി ആണ് ഇതിന്റെ സംവിധാനം. ബോളിവുഡ് നിർമ്മാതാവ് സാദിയ നദിയാദ്വാല നിർമ്മിക്കുന്ന മറ്റൊരു ചിത്രവും ആലോചനയിലുണ്ട്.